ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ ഭാഗം 2415. ഓഗസ്റ്റ് മാസം 11-ാം തീയതി 223-ാമത്തെ ദിവസത്തിലെത്തി. മറിയമെന്ന അമ്മയും യേശുവിനെ അന്വേഷിച്ചിറങ്ങിയ ഒരു ദിവസമുണ്ടായിരുന്നു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് നമുക്ക് നല്ലൊരു ധ്യാനഭാഗമായി അവിടെ കാത്തുകിടപ്പുണ്ട്. ഏതോ ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു നേരത്തും സന്ദർഭത്തിലും ഞാനും നിങ്ങളും തിരിച്ചറിയും, കൂടെ യേശുവില്ല. കൂടെ യേശുവില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു പരിധി വരെ കുഴപ്പം യേശുവിന്റെ കൂടിയാണ്. കൂടെ നിൽക്കാൻ മേലായിരുന്നു. എന്നാൽ യേശുവിന്റെ കൂടെ അല്ല ഞാനെന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് കാര്യങ്ങൾ കുറെ കൂടി കനപ്പെടുന്നത്. വളരെ സങ്കടത്തോടും നിരാശയോടും കൂടി ആ യുവാവ് യേശുവിന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയെന്നൊരു വചനമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിനെ കാണാനെത്തിയ യുവാവ്, കാര്യമായി സംസാരിച്ചു തുടങ്ങിയ ഒരു യുവാവ്, അയാളുടെ ചില ആവശ്യങ്ങളും സംശയങ്ങളും ഒക്കെ തീർക്കാനുള്ള ശ്രമമായിരുന്നു. ഒടുവില് നിന്റെ കുറവ് നിന്റെ ധനമാണെന്നൊക്കെ പറയുന്നിടത്ത് പാളിത്തുടങ്ങിയ അവർ രണ്ടുപേരും തെറ്റിത്തുടങ്ങിയ എന്റെ കുറവ് തിരിച്ചറിഞ്ഞ് അത് വെളിപ്പെടുത്തി തരുന്ന ആളോട് ഞാനെങ്ങനെയാ ലോഹ്യം കൂടുക? അവിടുന്ന് അയാൾ പിണങ്ങിപ്പിരിയുകയാണ്. ഇങ്ങനെയാണ് മത്തായി ശ്ലീഹ എഴുതുന്നത്. വളരെ സങ്കടത്തോടെ, നിരാശയോടെ അയാൾ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. ഒന്നും നേടാനാവാതെ, ഒന്നും കൂടെ കൂട്ടാനാവാതെ. വെറുതെയല്ല, എൻ്റെ പൊതുജീവിതമായാലും സ്വകാര്യ ജീവിതമായാലും അതിനപ്പുറത്ത് ഞാൻ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്ന രഹസ്യ ജീവിതമായാലും അവിടെയെങ്കിലും യേശുവിന്റെ സാന്നിധ്യബോധമേ ഇല്ല. അവിടെയാണ് യേശുവിനെ നഷ്ടപ്പെട്ട ഒരു പകൽ ദൂരം കഴിയുമ്പോൾ അവനെ അന്വേഷിച്ചലയാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ച മറിയമെന്ന അമ്മയെ നമ്മൾ കാണേണ്ടത്. അമ്മയോർമ്മകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സൂനോയോ നോമ്പിന്റെ ദിനങ്ങളിൽ അമ്മ സഞ്ചരിച്ചതുപോലെ ഒന്ന് പുറകോട്ട് സഞ്ചരിപ്പാനായിട്ട് എനിക്ക് മനസ്സാവൂ എന്നുള്ളതാണ്. ഓർമ്മകളെയൊക്കെ ഒന്ന് തിരികെ പിടിക്കാൻ പറ്റുമോ? ഓർക്കേണ്ടതായ എന്തുമാത്രം ഓർമ്മകളെയാണ് ഞാൻ ബോധപൂർവം, സാമർഥ്യത്തോടെ, ഞാൻ അഹന്തയോടുകൂടി വിട്ടുകളഞ്ഞത്. ഓർത്ത് ചേർത്ത് പിടിക്കേണ്ട എന്തുമാത്രം മനുഷ്യരെയും ബന്ധങ്ങളെയും ഒക്കെ ഞാൻ എവിടെയൊക്കെയോ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നിലെ പല നന്മയും പ്രകാശവും നഷ്ടപ്പെട്ട് ഇപ്പോൾ മനുഷ്യൻ തന്നെയാണോ എന്ന് ഒരു സംശയം തോന്നുന്നിടത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് ഒരു കരകയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. മനസ്സ് വെച്ചാൽ, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ മടങ്ങിപ്പോകുന്ന ഏതൊരാൾക്കും ക്രിസ്തുയേശുവിനെ കണ്ടുകിട്ടിയേ മതിയാവും. തീർച്ചയായും കണ്ടുകിട്ടും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഈ നോമ്പ് ദിനങ്ങളിൽ പരിശ്രമിക്കാം. ആമേൻ.